കരീം പറഞ്ഞത് താങ്കളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ താങ്കൾക്ക് സീറ്റ് തരാത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രം കാരണക്കാരല്ല, ജമാഅത്തെ ഇസ്ലാമിനെതിരെ താങ്കൾ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അത്തരം ആശയപരമായ ഒരു വിരുദ്ധത ഉള്ളതുകൊണ്ടാണ് താങ്കൾക്ക് സീറ്റ് തരാത്തതെന്നാണ് പറയുന്നത്. ഇളമരം കരീം പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് അത് എവിടുന്ന് കിട്ടിയ വിവരം എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം നമ്മുടെ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ റിമോട്ട് കൺട്രോളിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഉള്ള പ്രാപ്തിയും ശേഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട ഒരവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണമെന്ന് നിർണ്ണയിക്കാനുള്ള ആർജവമുണ്ട്. അത് വേറെ ഏതെങ്കിലും ഇടത്തു നിന്ന് നിയന്ത്രിക്കുന്ന ഒരിടമല്ല പാണക്കാട്. അതുകൊണ്ട് ആ ഒരു ധാരണ ഞങ്ങളുടെ ഒരു പ്രവർത്തകർക്കുമില്ല, പ്രത്യേകിച്ച് എനിക്കില്ല. അത് ഇളമരം കരീമിനോടല്ല ചോദിക്കണ്ടേ നിങ്ങൾ. അദ്ദേഹത്തിന് അത് ആ വിവരം എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹമാണല്ലോ വെളിപ്പെടുത്തേണ്ടത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. അല്ല, അവർക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച വഴി തിരിച്ചുവിടണം. അല്ലാത്ത ഒന്നും അനുകൂലമായിട്ടില്ല. വേറൊരു ഘടകവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ കഥകൾ മെനയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാൽ എന്നെപ്പോലെയുള്ള ഒരു എത്രയോ കാലമായി പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളെ അവർ വിചാരിച്ചിട്ടാണ് മാറ്റിയത് എന്ന് പറയുന്നത് അത് എനിക്ക് ക്ഷീണമല്ലേ, പാർട്ടിക്കും ക്ഷീണമല്ലേ. അതൊരിക്കലും പാർട്ടി അങ്ങനെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമല്ല ലീഗ്. അത് പറയുന്ന സമയത്ത് തന്നെ കൂട്ടിച്ചേർക്കുന്ന കാര്യം, താങ്കളാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വളരെ ശക്തമായ വിമർശനം, അവരെ രാഷ്ട്രീയ നിലപാടിൻ്റെ വിമർശനം ഉന്നയിക്കുന്നത്. അല്ല, ഞാൻ രാഷ്ട്രീയമായിട്ടല്ല, അത് നമ്മൾ ആശയപരമായിട്ടുള്ള വിഷയമാണ്. അത് കുറേ കാലമായി നമ്മൾ അവരുമായിട്ട് ആശയപരമായ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിനകത്തുള്ള വ്യക്തികളോടുള്ള വൈരാഗ്യമോ അതിലെ അമീറിനോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേടോ ഒന്നുമല്ല, ആശയപരമാണ്. ആശയപരമായ വിയോജിപ്പ് ഉണ്ട് എന്ന് അവരും സമ്മതിക്കുമല്ലോ. കാരണം ആശയപരമായ വിയോജിപ്പ് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ രണ്ട് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് മുസ്ലിം ലീഗിൽ ലയിക്കാമല്ലോ. അപ്പോൾ അത് ആശയപരമായ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായിട്ട് നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നില്ല അവരും എൻ്റെ ഈ പ്രസ്താവനയെ എതിർക്കുന്ന, അവരും അനുകൂലിക്കേണ്ടതാണ് എൻ്റെ പ്രസ്താവനയെ. രാഷ്ട്രീയപരമായ അവർ പറയുന്നു മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അത് അവരാണല്ലോ അത് ആലോചിക്കേണ്ടതൊക്കെ. അവർക്കെതിരെയുള്ള ആരോപണമാണത്. ആ ആരോപണം ശരിയല്ല എന്നും അത് എന്തുകൊണ്ട് ശരിയല്ല എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അവരാണല്ലോ, നമ്മളല്ലല്ലോ. നമ്മളൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പറയാനും ആലോചിക്കാനും ഉള്ളൂ. സഖ്യമൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ പറയുന്നതല്ലേ. സഖ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചില സ്ഥലത്തൊക്കെ നമ്മൾ നേരിട്ട് അവരുമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും നമ്മൾ നേരിട്ട് മത്സരിക്കുക ചെയ്ത്, അങ്ങനെ സഖ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ ഒരു പ്രസ്ഥാനത്തിന് തീരുമാനിക്കുക അവരാരെ പിന്തുണയ്ക്കുന്നത് ആരെ പിന്തുണയ്ക്കുന്നില്ല.
അപ്പോൾ നമുക്ക് അവരുടെ തീരുമാനത്തിനകത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ പാർട്ടി ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് അവരെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം എടുക്കാൻ അവർ മുൻകാലങ്ങളിൽ എടുത്ത തീരുമാനം എന്തായിരുന്നു? ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാൻ. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല.